ഹായ് ഗൈസ്, വെൽക്കം ടു ദ അനദർ വീഡിയോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റീപോർട്ടിംഗ് വീഡിയോ ആണ്. കാരണം ഇവിടെ ഒരു ചെറിയൊരു ഓർക്കിഡ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം കുറച്ച് നാളായിട്ട് അത് ഭയങ്കരമായിട്ട് അങ്ങ് അഴുക്കായി, എന്താ പറയുന്നത്, കൂടാതെ അങ്ങ് ഡള്ളായി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. സോ ഞാനത് ഈ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കുറച്ചും കൂടെ മാറ്റി വെച്ചിരുന്നു. ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, വളമൊന്നും ഇടുന്നില്ലായിരുന്നു കേട്ടോ. കാരണം അത് പോയ ഒരു ഇതാണല്ലോ. പക്ഷേ കഴിഞ്ഞ ദിവസം അതിനകത്ത് ഒരു ചെറിയ മൊട്ട് പിന്നെയും ഇട്ടിട്ടുണ്ട്. സോ അവനെ നമ്മളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പം ആ ഒരു പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് അതിനകത്ത് മിക്സൊക്കെ മാറ്റിയിട്ട് ഒന്ന് റീമിക്സ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ഒന്ന് സേഫ് ആക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. സോ ആ വീഡിയോയിലായിട്ടാണ് നമ്മൾ പോകുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ. സോ ഗൈസ്, ഇവനാണ് ഇന്നത്തെ നമ്മുടെ താരം. ഇത് ഞാൻ തീർത്തും നശിച്ചു പോയെന്നോർത്താണ് കേട്ടോ. അതുപോലെ ഒരു ഇതിലായിരുന്നു, അതാണ് ഇങ്ങോട്ട് ജസ്റ്റ് മാറ്റി വെച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഇതേ നല്ലൊരു മുട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത്. അപ്പം ഈ തൊണ്ടൊക്കെ മാറ്റിയിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർക്കിഡ് അങ്ങനെ ഭയങ്കരമായിട്ട് റിപ്പോർട്ട് ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എന്നാൽ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കെന്നാൽ തുടങ്ങാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പോട്ടിങ് ഏരിയ. ഞാൻ ഇവിടെ കൊണ്ടിട്ടിട്ടാണ് നമ്മുടെ ചെടികളും പോട്ടും റീപോർട്ടും ഒക്കെ ചെയ്യുന്നത്. സോ പോട്ടി മിക്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഓർക്കിഡിൻ്റെ പ്രത്യേകിച്ച് പോട്ടി മിക്സ് ഒന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. മരക്കരി, ഇത് പിന്നെ തൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയത്, ഒന്ന് കുതിർത്തിട്ട് ചെറുത് പീസാക്കിയതാണ്. ഇത് പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, ഇഷ്ടികയും അതുപോലെ ഊടിൻ്റെ കഷ്ണങ്ങളും കൂടെ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം പരിപാടി. സോ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇവനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വേരുകളൊന്നും അധികം പൊട്ടാതെ ഇതിനകത്തുനിന്നൊന്ന് എടുക്കേണ്ടതാണ്. സോ അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകണം അതാണ് കേട്ടോ. നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല, കാരണം അതിൻ്റെ വേരുകളെല്ലാം ഇപ്പോഴത്തെ ഇതിൽ നിന്ന് വിട്ടിട്ട് പുതിയ വേരും ചെറിയൊരു മുളയൊക്കെ കണ്ടോ വരുന്നതേ ഉള്ളൂ. സോ നമ്മൾ വലിയ കഷ്ടപ്പാട് പെടേണ്ടി വന്നില്ല. ബാക്കിയുള്ള ഫില്ലിങ്സും കൂടെ ചുറ്റിനും ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് സേഫ് ആക്കാം. റിപ്പോർട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമുണ്ട്, എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തേക്കാം. ഈ കിടക്കുന്നതാണ് നമ്മുടെ ഓർക്കിഡ് കളക്ഷൻസ്. കുറച്ചേ ഉള്ളൂ ഓർക്കിഡ് കളക്ഷനൊക്കെ. ഇത് കണ്ടോ, ഇതൊക്കെ ചെറുതായിട്ട് പൂവിട്ടിട്ടുണ്ട്. കാരണം ഞാനിത് ഓർക്കിഡ് വലിയ ഒരു മൈൻഡ് ചെയ്യാത്തൊരു ചെടിയായിരുന്നു. പിന്നെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ കുറച്ച് കെയർ ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പം ഇത് ആദ്യമേ ഉള്ള പോലെയല്ല, ഇപ്പം നല്ല ഗ്രോത്ത്, നല്ല കരുത്തോടു കൂടി ഇത് വരുന്നുണ്ട്. സോ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസേഴ്സാണിത്. ഗ്രീൻ കെയറിൻ്റെ വാട്ടർ സോലബിൾ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞ് അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല മാറ്റമുണ്ട്, ചെടികൾക്കൊക്കെ നല്ല മാറ്റമുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഒരു ഗ്രോത്തും അതുപോലെ തന്നെ പൂവാണെങ്കിൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴത്തൊലി ഒരു 3-4 ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളവും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. സോ രണ്ടും നല്ല റിസൾട്ടാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗാർഡനിങ് എന്ന് പറയുന്ന ഈ പരിപാടിയിലോട്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ബിഗിനർ ലെവലിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസിനകത്ത് ഉറപ്പായിട്ടും പറയാം. കാരണം ഞാൻ ഇപ്പോൾ ചെയ്തതിനകത്ത് ഒരുപാട് തെറ്റുകൾ ഉറപ്പായിട്ടും കാണും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്തേക്കുക. സോ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്. ബൈ ബൈ.